GT Holidays, South India's #1 travel brand. Govi, a vernacular edutech brand, skilling everyone, everywhere. ഓക്കെ അരുൺ, വെൽക്കം ടു കലാട്ട് പ്ലസ്. താങ്ക് യു. ഇപ്പോൾ ലൂക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. അതെ. ഒരു സിനിമ ചെയ്തു, മിണ്ടിയും പറഞ്ഞു, ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയും. അത് കഴിഞ്ഞിട്ട് മരവിലും ഗോപുരങ്ങളിൽ ഇന്ദ്രജിത്ത്, ശ്രുതി രാമചന്ദ്രൻ, വിൻസി അലോഷ്യസ്, പിന്നെ സർജാന കാലിക്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ മൂന്നാമത് ഷൂട്ട് ചെയ്ത പടം ആണ് ഇപ്പോൾ റിലീസിന് വരുന്നത്. എന്താണ് ആ ഒരു സിറ്റുവേഷൻ? വേറൊന്നും കൊണ്ടല്ല, നമ്മൾ മിണ്ടിയും പറഞ്ഞും കൊറോണയുടെ സെക്കൻഡ് ഫേസിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അന്ന് 100% ഒരു OTT റിലീസ് എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ ഒരു OTT സിനാരിയോ അറിയാമല്ലോ. കറന്റ് ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ടാണ് സിനിമകൾ പലതും OTT എടുക്കുന്നത്. ആ സിനിമ പേഴ്സണലി എനിക്ക് ഏത് മീഡിയത്തിൽ പോയാലും ഇറ്റ്സ് പെർഫെക്റ്റ്. ഞാനതിനെ കുറച്ചും കൂടി ഒരു തിയേറ്ററിക്കൽ സിനിമയായിട്ട് തന്നെയാണ് കാണിച്ചത്. മാരിവിലിന് ശേഷം അധികം താമസമില്ലാതെ തന്നെ മിണ്ടിയും പറഞ്ഞും തിയേറ്ററിൽ തന്നെയാണ് എത്താനുള്ള സാധ്യത ഇപ്പോൾ. ശരി. അപ്പോൾ ഈ ലൂക്ക് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും രണ്ട് അറിയപ്പെടുന്ന സ്റ്റാറുകൾ വെച്ചിട്ടാണ് ചെയ്തത്, ടോവിനോയും അഹാനയും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് പിച്ച് ചെയ്യുന്ന കാര്യത്തിലും എങ്ങനെയാണ് അതിൽ കുറച്ചും കൂടി ഈസിയർ ആയോ? അല്ലെങ്കിൽ പേഴ്സണലി നമ്മൾ ഈ കഥ എഴുതുന്ന സമയം പോലെ ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കണ്ടുകൊണ്ടല്ലോ. അതെ. കഥയ്ക്ക് ഏതാണ് ആക്ട്, കഥയ്ക്ക് ഐഡിയൽ ആയിട്ടുള്ള ഫേസ് ആരുടെ ആയിരിക്കും എന്നൊക്കെയാണ് ചിന്തിക്കാറുള്ളൂ. ഇപ്പം ലൂക്ക പോലും ടോവിനോ ഒരു ബിഗർ സ്റ്റാർ ആവുന്നതിന് മുന്നെയാണ് ഞാൻ ടോവിനോട് മീറ്റ് ചെയ്യുന്നത്. 2014 ടോവിനോട് ഞാൻ ഫസ്റ്റ് ടൈം ആ കഥ പറയുന്നത്. അപ്പോൾ എനിക്ക് ലൂക്ക എന്നുള്ള കഥാപാത്രത്തിന് ചേരുന്നൊരു ഫേസും പിന്നെ നമ്മുടെ കൂടെ റൈറ്റായിട്ട് അതേ വേവ് ലെങ്ത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ്, അതായിരുന്നു നോക്കിയിരുന്നത്. ടോവിനോ അങ്ങനെ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആനയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ആന നമ്മൾ ഈ സ്ക്രിപ്റ്റ് സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാവരും അങ്ങനെ തന്നെയാണ് പിക്ക് ചെയ്തേക്കുന്നത്. ഈ മിണ്ടിയും പറഞ്ഞും ഉണ്ണി അപർണയിലേക്കും ചെല്ലുന്നത് ഇതേപോലെ തന്നെയാണ്. എനിക്ക് ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റുകൾക്കൊപ്പം തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം, സംബഡി ഹൂ സ്റ്റാൻഡ് ബൈ യു ഓൾവേസ്. വളരെ കംഫർട്ടബിളായിട്ട് ആസ് എ ടീം പ്ലെയർ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെയാണ് എനിക്ക് എപ്പോഴും താല്പര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവൈസേഷൻ സ്കോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണിയാണെങ്കിലും അപർണയാണെങ്കിലും രാവിലെ ഏർലി മോർണിംഗ് മുതൽ രാത്രി വരെ എൻ്റെ കൂടെ ഉണ്ട്. സെയിം തിങ് മാരിവിലിൻ ഗോപുരങ്ങളിൽ ഇന്ദ്രേട്ടൻ, ശ്രുതി, സർജാനോ, വിൻസി ഒരു കുടുംബം പോലെയാണ് ഫങ്ഷൻ ചെയ്തത് അവിടെ. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ആ കെമിസ്ട്രി, ഇറ്റ്സ് എ ഹ്യൂമർ, ഒരു ഹ്യൂമർ സബ്ജക്റ്റാണ് മാരിവിലിൻ ഗോപുരങ്ങൾ. അപ്പോൾ അവിടെ ഗിവ് ആൻഡ് ടേക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഈ ഗിവ് ആൻഡ് ടേക്കുകൾ ഇല്ലെങ്കിൽ തന്നെ ഹ്യൂമർ വർക്കാവില്ല. അത് അവർ ഒരുമിച്ച് പല റൗണ്ട് ഓഫ് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ മുതൽ അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഷൂട്ടിങ്ങിൽ ഇവർ ഓൾമോസ്റ്റ് അവർ ക്യാരക്ടറായിട്ട് തന്നെയാണ് വരുന്നത്, അവർ ക്യാരക്ടറായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അതെ, ഇതിന് മുന്നേ അരുൺ ഇപ്പോൾ ലൂക്കൊക്കെ മുന്നേ അലൈൻ ദിസ് എന്നതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 ക്രൂ മെമ്പേഴ്സ് എല്ലാം കൂടെ ടോട്ടലി. അപ്പോൾ അത് ടെക്നിക്കലി അതാണ് ലൈക്ക് ഫസ്റ്റ് പടം എന്ന് പറയാൻ പറ്റുന്നത്. ലൈക്ക് ഞാൻ വളരെ അൺകൺവെൻഷണൽ ആയിട്ട് സിനിമയിൽ വന്ന ആളാണ്. ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല, സിനിമയിൽ ഒരു അസിസ്റ്റ് പോലും ചെയ്തിട്ടില്ല. ഞാൻ 2005 1-2 പരസ്യങ്ങളിൽ അസിസ്റ്റ് ചെയ്തതല്ലാതെ സിനിമ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി ഇല്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഫിലിം സെറ്റ് ലൂക്കയുടെ ഫിലിം സെറ്റാണ്. ശരി. ഓക്കെ, അപ്പം കൂടുതൽ ഡോക്യുമെൻ്ററീസ് ആയിട്ട്, സെൽഫ് ഷൂട്ടിംഗ് ഡോക്യുമെൻ്ററീസ് ആയിട്ട് പാൻ ഇന്ത്യ ഈ ആദിവാസി ഗ്രാമങ്ങളിലും ജിപ്സി കമ്മ്യൂണിറ്റീസിനൊക്കെ കൂടെ വർക്ക് ചെയ്ത് ഡോക്യുമെൻ്ററി ഫിലിംസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ആർട്ട് ഓഫ് ഫിലിം മേക്കിംഗ് കൂടുതൽ പഠിക്കുന്നത്. ഇപ്പം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് ഗൊറില്ല ഫിലിം മേക്കർ കിടപ്പുണ്ട്. അപ്പോൾ ലൂക്കയ്ക്ക് മുന്നേ മറ്റൊരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു. ആ സ്ക്രിപ്റ്റിന് നമുക്കൊരു പ്രൊഡ്യൂസറായില്ല. കമ്മട്ടിപ്പാടത്തിൻ്റെ റൈറ്റർ ബാലേട്ടനില്ലേ, പി ബാലൻ സാർ, ബാലേട്ടനെയും ഹിന്ദി ആക്ടർ പിതോഭാഷ് ത്രിപാഠി, ഇപ്പോൾ ഈ മങ്കി മെനിലൊക്കെ ഉണ്ട് പിതോഭാഷ്, ഇപ്പോഴും ഉണ്ട്. പിതോഭാഷ് ആ സിനിമ ചെയ്യാൻ ഇപ്പോഴും റെഡിയാണ് എൻ്റെ. ഇപ്പം ഞങ്ങളൊരു ബാലേട്ടനെയും പിതോഭാഷിനെയും വെച്ചിട്ടൊരു ഒരു കേരളത്തിൻ്റെ അന്നത്തെ സാഹചര്യം, ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉള്ളൊരു ഉൾഗ്രാമത്തിൽ ജീവിക്കുന്ന മുൻഷുണ്ടിക്കാരനും പിശുക്കനുമായിട്ടുള്ളൊരു കിളവനുമായിട്ടുള്ളൊരു അൻപേശിവം പോലെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ബഡ്ഡി മൂവിയായിരുന്നു അത്. പക്ഷെ അതിനെനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടിയില്ല കൺസിഡറിങ് ദ കാസ്റ്റ്. ആ സമയത്താണ് ലൂക്കയുടെ ഒരു കോൺസെപ്റ്റ് വരുന്നതും ലൂക്ക പിച്ച് ചെയ്യുന്നതൊക്കെ. ലൂക്ക 2014 ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓൾമോസ്റ്റ് ആയി, ടോവിയായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഈവൻ തന്നെ എനിക്ക് ലൂക്കയ്ക്ക് ഒരു പ്രൊഡ്യൂസറെ കിട്ടുന്നില്ല. കുറേ കാലം അതിൻ്റെ പുറം നടന്നു. ഈ സമയത്താണ് എന്തുകൊണ്ട് നമുക്കൊരു ഫീച്ചർ ലെങ്ത് സിനിമ ചെയ്തുകൂടാ, ഓൾ ബൈ അവർ സെൽഫ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അന്ന് ഞാനും എൻ്റെ ലൂക്കയിൽ പോലീസുകാരനായിട്ട് അഭിനയിച്ച നിതിൻ ജോർജ്,
ഞങ്ങൾ ഒരുമിച്ച് ഒരു DSLR ക്യാമറയും കൊണ്ട് ചെന്നൈ മുതൽ രാമേശ്വരം വരെ എങ്ങനെ പണ്ട് ഡോക്യുമെൻ്ററി സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്നു അതേ പ്രോസസ്സിൽ വിത്ത് ജസ്റ്റ് 2 member ക്രൂ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിലാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ ഓൺ ദ വേ വളരെ ഓർഗാനിക്കായിട്ട് ചെയ്തൊരു സിനിമയുണ്ട്. ഫിക്ഷൻ തന്നെയാണ്, 1.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള സിനിമയാണ്. അത് പ്രോപ്പർലി എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് രജിസ്റ്റർ ചെയ്തു, പടം സെൻസർ ചെയ്തു, തമിഴിലാണ് ആ സിനിമ. അപ്പം ലിറ്ററലി അങ്ങനെ ഒരു സിനിമയും ചെയ്തിട്ടുണ്ട് വിത്ത് നത്തിങ്. അപ്പോൾ ആക്ച്വലി അരുണ് ഇപ്പം മെയിൻ സ്ട്രീം ഇതിലോട്ട് വന്ന സമയത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഫാമിലി ഫ്രണ്ട്ലി എന്താ പറയുക കുറച്ചൊരു ഫാൻറ്റസി എലമെൻ്റ് ഉള്ള ഒരു എസ്കേപ്പിസ്റ്റ് അങ്ങനത്തെ എൻ്റർടൈനേഴ്സ് തന്നെയാണ്. എനിക്ക് എല്ലാ ജോണേഴ്സും ഇഷ്ടമാണ്. പേഴ്സണലി എല്ലാ ജോണേഴ്സും ഞാൻ കാണാറുണ്ട്. എനിക്ക് ചെയ്യാനും ഇഷ്ടമാണ്. മാഡ് മാക്സ് മുതലും മമ്മി അവരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഡിപെൻഡൻസ് സിനിമകൾ ഇഷ്ടംപോലെ കാണാറുണ്ട്, എല്ലാ ഫെസ്റ്റിവൽസിനും പോകാറുണ്ട്. ഞാൻ പറയില്ലേ, ഇതെല്ലാത്തിനും ഓരോ പ്ലഷറാണ്. ഇപ്പോൾ ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നു, ഒരു ക്രൈം ഡ്രാമയായിരുന്നു. ഇത് രണ്ടിൻ്റെയും കൂടെ ബ്ലെൻഡ് ആയിരുന്നു ലൂക്ക. ഐ മീൻ ഒരു മേർഡർ ഇൻവെസ്റ്റിഗേഷനാണ്, പാരലി ഒരു പറഞ്ഞു വയ്ക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ്, ഒരു ട്രാജഡിയാണ് ലൂക്ക. അപ്പോൾ അതിൽ നിന്ന് ടോട്ടലി ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മാരിവില്യൻ ഗോപുരങ്ങൾ. എൻഡ് ടു എൻഡ് ആൾക്കാർക്ക് ചിരിക്കാനുള്ള, ആസ്വദിച്ച് ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ആ സിനിമ ട്രീറ്റ് ചെയ്തേക്കുന്നത്. വലിയ സിനിമയാണ്, ചെറിയ സിനിമയല്ല, അത്യാവശ്യം വലിയ ക്യാൻവാസിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനൊരു പറയാനൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ മറ്റേ ഫ്രണ്ട്സ് സീരീസ് ഒക്കെ കാണുന്ന പോലെ വ്യക്തിത്വം, അതെ, സിറ്റ്കോമിൻ്റെ സ്വഭാവമുള്ള നല്ല വ്യക്തിത്വമുള്ള 4 ഡിഫറെൻറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 കഥാപാത്രങ്ങൾ ഒരുമിച്ചൊരു സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂമർ ഒക്കെയാണ്. ഞാൻ കൂടുതൽ കഥയിലേക്ക് കിടക്കുന്നില്ല. 2 കപ്പിൾസിന്റെ കഥയാണിത്. ലൂക്കയും 2 കപ്പിൾസിന്റെ കഥയാണ്. അതേപോലെ മാരിവില്യൻ ഗോപുരങ്ങളും 2 കപ്പിൾസിന്റെ കഥയാണ്. ഇവർക്ക് 4 പേർക്കും 4 ഐഡന്റിറ്റി ഉണ്ട്, 4 ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്യാരക്ടർ ആർക്ക് ഉണ്ട്. ഇതിനെ കോർത്തിണക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ലൈഫിലെ ഒരു എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ജേണി. അതിലൂടെ ഇവരുടെ കുറേ തിരിച്ചറിവുകളും ഒക്കെയാണ്. അത് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇത് പ്രൊഡക്ഷൻ ഡിസൈൻ ആയി കഴിഞ്ഞാലും ലൈറ്റിങ് നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഈ 4 ക്യാരക്ടേഴ്സ് 4 ഐഡന്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവരുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 2 കപ്പിൾസും റെപ്രസെന്റ് ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് ജനറേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഓൾമോസ്റ്റ്. അല്ല, അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, ഒരാൾ ഒരു കപ്പിൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മളൊരു ജനറേഷൻ്റെ ഒബ്സർവേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്കും കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അതിൽ. ഇപ്പം കുട്ടികളുടെ കാര്യം, ചിലർക്ക് കുട്ടികൾ വേണ്ട അങ്ങനെയൊക്കെ പറയുന്നത്. സത്യത്തിൽ എല്ലാത്തരം ചിന്താഗതിയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമില്ലേ. ഐ മീൻ ഇതിൽ ജനറേഷൻ ഒരു പ്രശ്നമേ ഇല്ല സത്യം പറഞ്ഞാൽ. ഈ സിനിമ ഒരു പക്ഷേ ചെറിയ കുട്ടി മുതൽ അഡൽട്ടിന് വരെ ഈസി ആയിട്ട് കണക്ട് ആവും. നേരത്തെ പറഞ്ഞാൽ ഇത് 2 കപ്പിളിന്റെ കഥയാണ്. അതിനകത്ത് ഒന്നൊരു മാരിഡ് കപ്പിളാണ്, മറ്റേ കപ്പിൾ ഒരു ലിവിങ് റിലേഷൻഷിപ്പിലാണ്. അങ്ങനെ നോക്കിയാൽ ലൂക്കയിൽ ടൊവിനോയും ഹാനയുടെയും കഥാപാത്രങ്ങൾ ദേവറിനെ ലിവിങ് റിലേഷൻഷിപ്പ്. അതാരും ഒരു ക്വസ്റ്റ്യനായിട്ടോ ഒരു പ്രശ്നമായിട്ടോ ഒന്നും കൺസിഡർ ചെയ്തില്ല. കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആയ അവരുടെ റൊമാൻസിലായിരുന്നു. നമ്മളിതിനെ വളരെ സാധാരണമായിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പ്. ഇപ്പം എൻ്റെ പേരൻസിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഇക്വേഷൻ ആയിരിക്കില്ല ഒരുപക്ഷെ സജിൻ്റെ പേരൻസിൻ്റെ റിലേഷൻഷിപ്പ് ഇക്വേഷൻ. പേഴ്സണലി എനിക്ക് റിലേഷൻഷിപ്പ് ഡ്രാമാസ് വളരെ ഇഷ്ടമാണ്. കാരണം മാൻ ആൻഡ് വുമൺ എന്ന് പറയുന്ന എൻറ്റിറ്റീസ് തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡും ഏറ്റവും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള ഇക്വേഷൻ. ഇവരുടെ ഇക്വേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇപ്പം എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ലിറ്ററേച്ചറിലും ഇപ്പോൾ മനുഷ്യനുണ്ടായ കാലം പോലെ ലിറ്ററേച്ചറിലും ഒക്കെ പറയുന്നൊരു കോൺസെപ്റ്റാണ് ഈ മാൻ ആൻഡ് വുമൺ. ഇവർ ഒരുമിച്ച് ഒരു സ്പേസ് ഷെയർ ചെയ്യുന്നു, എന്നാൽ വ്യത്യസ്ത വ്യൂസാണ്. നമ്മൾ കാണുന്ന നമ്മുടെ പേരൻസ് തമ്മിൽ നല്ല അടി ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കപ്പിൾസിൻ്റെ ഇടയ്ക്ക് നല്ല അടി ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെയുള്ള കപ്പിൾസിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയ അവസ്ഥയുണ്ട്. ലൈക്ക് ഇപ്പം മുമ്പിൽ ഹസ്ബൻഡും വൈഫും അടി ഉണ്ടാക്കൊണ്ടിരും ബാക്കിലിരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ് നമ്മൾ രണ്ടുപേരുടെ, പക്ഷെ ഇവരുടെ അടി കണ്ടുകൊണ്ട് ഇവർ പഠിച്ച് പിരിയുമെന്ന് തോന്നുന്ന അവസ്ഥയിൽ പോലും ദേ ആർ യുണൈറ്റഡ് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനത്തെ സിനിമകൾ ഞാൻ കുറേ കാണാറുണ്ട്. ബിഫോർ സൺസെറ്റിൻ്റെ സീരീസ്, ബിഫോർ സീരീസ്, ഇപ്പോൾ ബ്ലൂ വാലന്റൈൻ, വൺസ്. മലയാളത്തിലെടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കപ്പിൾ ഡ്രാമാസ് മാത്രമല്ല, ഇപ്പം ദേശാടനക്കിണികൾ, കരയാടുള്ള പോലത്തെ വുമൺ, മാൻ,
ക്യൂർ റിലേഷൻ ഇങ്ങനെയുള്ള ക്യൂർ എന്നും പറയാൻ ബഡ്ഡി റിലേഷൻഷിപ്സ് ആണ് കുറച്ചുകൂടെ. ബഡ്ഡി റിലേഷൻഷിപ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം വളരെ വ്യത്യസ്ത. ഈവൻ റഷ് അവർ എടുത്താൽ പോലും ക്രിസ് ടക്കർ ആൻഡ് ജാക്കി ചാൻ, ദാറ്റ്സ് എ ബഡ്ഡി മൂവി. ഇപ്പം അൻപേഷിവ് എടുക്കുകയാണെങ്കിൽ കമൽഹാസൻ മാധവൻ, ഇറ്റ്സ് എ ബഡ്ഡി മൂവി. എനിക്ക് ബഡ്ഡി മൂവീസിനോട് ഒരു പേഴ്സണൽ അട്രാക്ഷൻ ഉണ്ട്. പണ്ടേ പോലെ ഇഷ്ടമാണ് അങ്ങനത്തെ. ആ ഇക്വേഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം ഈ 3 സിനിമകളിലും മാരിവില്ലാണെങ്കിലും മിണ്ടിയും പറഞ്ഞു ആണെങ്കിലും ലൂക്കയാണെങ്കിലും ഇങ്ങനത്തെ ഒരു ബഡ്ഡി റിലേഷൻഷിപ്പ് പാരലി റൺ ചെയ്യുന്നുണ്ട് ക്യാരക്ടേഴ്സ്. അതെ. പിന്നെ എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഡൈനാമിക് സെല് ചെയ്യാന്ന് പറയുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് കൺവിൻസിങ് ആയിരിക്കണം. പിന്നെ ഈ ഒരു കോമഡി അല്ലെങ്കിൽ ഈ ഫാന്റസി ഇതിന്റെ എലമെന്റ്സിന്റെ ഉള്ളിൽ വരുന്നതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു റിയലിസ്റ്റിക് സിനിമ എന്ന് പ്രതീക്ഷിച്ചു പോകുന്ന ചില ആൾക്കാർക്ക് ചില സെൻസിബിലിറ്റീസിന് അത് മാച്ച് ആവില്ല. എന്നെ വളരെ അടുത്തറിയാവുന്നവർക്ക്, വളരെ പേഴ്സണലി അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം, ഞാൻ ഒരു പക്ഷേ ഇവരൊക്കെ എക്സ്പെക്ട് ചെയ്തത് ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യുമായിരുന്നു. കാരണം ഞാൻ ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫിലിംസൊക്കെ റിയൽ ലൈഫ് ഈ സറിയൽ എലിമെൻറ്റ്സ് വളരെ കുറവുള്ളതും കൂടുതൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഡോക്യുമെൻ്ററി പോലെ ട്രീറ്റ് ചെയ്തേക്കുന്ന കോൺസെപ്റ്റുകളായിരുന്നു കൂടുതൽ. അപ്പം ഞാൻ ആദ്യമായിട്ട് ലൂക്ക എന്ന് പറയുന്ന സിനിമ ചെയ്ത് ആൾക്കാരിത് എൻ്റെ ഒരു വേരിയേഷനാണ് അവർ കണ്ടത്. കാരണം ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വേറൊന്നും കൊണ്ടല്ല. സിനിമ ഈസ് ഓൾസോ ആൻ ആർട്ട് ഓഫ് റെപ്രസെൻറ്റിങ് ഡ്രീംസ്. റിയാലിറ്റിയെ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മീഡിയ അല്ല. നമ്മളിപ്പോൾ പെയിൻറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ റിയലായിട്ട് പെയിൻറ്റ് ചെയ്യാം, വളരെ സർറിയലായിട്ട് പെയിൻറ്റ് ചെയ്യാം, ഒരു മോഡേൺ ആർട്ട് പോലെ പെയിൻറ്റ് ചെയ്യാം. റിയലിസത്തിൽ എൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത് പലപ്പോഴും റിയലിസം ആ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനൊന്നും ഇല്ല. ഇമാജിനേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കുറേ ചെയ്യുന്നുണ്ട്. വേറെ നമ്മളൊരു സർറിയൽ ആർട്ട് ഫോം കാണുമ്പോൾ അതിൻ്റെ പല ലെയേഴ്സിനെ പറ്റിയും അതിൻ്റെ ഈവൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഒരു കാര്യം പറയാതെ കുറച്ചതിനെ കുറച്ചും കൂടെ ഡ്രാമറ്റിക് ആയിട്ടും അതിൽ കുറേ വിഷ്വൽ എലിമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ കുറേയും കൂടെ നമ്മുടെ മനസ്സിലതിങ്ങനെ ഒരു തോട്ട് പ്രോസസ്സായിട്ട് നിൽക്കും. ലൂക്ക ഒരു 100% ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്ട്രക്ചർ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൾക്കാർക്ക് വേറെ നമ്മൾ അതിനകത്ത് പറഞ്ഞു വെക്കുന്ന കാര്യമായാലും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് എസ്തെറ്റിക്സ് എടുത്താലും ഇങ്ങനത്തെ കുറേ എലിമെൻറ്റ്സ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മേ ബി ദാറ്റ് ഈസ് വൈ അത് ഇന്നും ആൾക്കാർ മൈൻഡിൽ അവരുടെ മൈൻഡിൽ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഈ സിനിമ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ഇപ്പം ഞാൻ പല ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ പലയിടത്തും പോകുമ്പോഴും എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ടൊന്ന് സംസാരിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് ലൂക്കയുടെ എലിമെൻസിനെ പറ്റി സംസാരിക്കാറുണ്ട്. ഇറ്റ്സ് എ പ്ലഷർ ഫോർ ആസ് എ ഫിൽം മേക്കർ. ഒരു സിനിമ ഇന്ന് ചെയ്തിട്ട് നാളെ ആൾക്കാർ കണ്ട് കൈയടിച്ചിട്ട് പോകുന്നതോടെ ആ സിനിമയുടെ ലൈഫ് തീരുക എന്നൊരവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആൻ ആർട്ട് ഫോം ഷുഡ് എക്സിസ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം, അല്ലേ? വർഷങ്ങളോളം നമ്മളില്ലാത്തടത്തോളം നമ്മളില്ലാത്ത കാലത്തും ആൾക്കാരെടുത്ത് കാണുന്ന ഒരു വർക്കായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ട്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്നത്. അതാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലൂക്കയിൽ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് അറിയാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വിഷ്വലി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമയാണല്ലോ. അതിൻ്റെ കളേഴ്സ് ആയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഈ പറയുന്ന കുറച്ചൊരു ഡ്രീം എലമെൻറ്റ്സ് ഒക്കെ വരുന്നത്. അത് കുറേ മുന്നേ അരുൺ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അതായത് ഈ അക്ബർ, നിതിൻ ജോർജിൻ്റെ പോലീസ് ക്യാരക്ടർ, പുള്ളി വായിക്കുന്ന ഒരു ഡയറി, അതായത് അഹാനയുടെ ഡയറിയാണെന്ന് വായിക്കുന്നത്. അപ്പോൾ പുള്ളി ഇമാജിൻ ചെയ്യുന്നതാണ് ഈ സിനിമ മൊത്തം എന്നുള്ളൊരു. ഉറപ്പായിട്ടും. അപ്പോൾ ആ ഇമാജിനേഷൻ ഇപ്പോൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഇയാളൊരു ഡയറക്ടർ കമലിൻ്റെ ഫാനാണോ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ ഫാനാണോ. അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലാണ്, കുറച്ചൊരു പൈങ്കിളി എലമെന്റ്സ് പരിപൂർണമായിട്ട്. നമ്മളൊരു ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു നോർമൽ ടെക്സ്റ്റ് തന്നെ സജിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഇമാജിനേഷൻ വേറെ, എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഇമാജിനേഷൻ വേറെ, അല്ലേ? ലൂക്ക ശരിക്കും പറയാൻ ആ ഡയറി വായിക്കുമ്പോൾ അക്ബർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ്റെ ഇമാജിനേഷനാണ് നമ്മൾ കാണുന്ന ലൂക്ക നിഹാരിക വേൾഡ്. ഞാൻ അതേ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ റിയൽ ലൂക്ക നിഹാരി ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന അക്ബർ എന്ന് പറയുന്ന പോലീസുകാരൻ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പോലീസുകാരാണ് അയാളുള്ളിൽ. അയാൾ കണ്ട ഒരു ലൂക്ക നിഹാരിക എന്ന് പറയുന്ന ഈ കപ്പിളിൻ്റെ ഒരു റൊമാൻറ്റിക് വേൾഡാണ് അയാൾ ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആ സിനിമയെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ പറയില്ലേ ഒരു കളർ ടോണും ടെക്സ്ചറും ഒക്കെ ലൂക്ക നിഹാരിക സെഗ്മെൻറ്റിന് ഉപയോഗിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്ച്വലി റെഫറൻസ് നമ്മുടെ DOP നിമിഷിനെടുത്തും അനീസിനെടുത്തും ഒക്കെ റെഫറൻസ് ആയിട്ട് കൊടുത്തത് വാൻഗോഗിൻ്റെ കൈൻഡ് ഓഫ് ആർട്ട് വർക്കുകൾ ചെയ്യുന്ന ജസ്റ്റിൻ ജാഫ്രി എന്ന് പറയുന്ന ഒരു
ആർട്ടിസ്റ്റ്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ആർട്ടിസ്റ്റാണ്. പുള്ളി വാൻഗോഗിൻ്റെ കൈൻഡ് ഓഫ് പെയിൻറ്റിങ്സിനെ കുറച്ചും കൂടെ എംബോസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പെയിൻറ്റ് വാരി ഒഴിച്ചിട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആർട്ട്, വളരെ എംബോസ്ഡ് ആണ്, ഭയങ്കര ലൈഫുണ്ട്, ആ ആർട്ട് വർക്കുകളാണ് ഞാൻ റെഫറൻസ് ആയിട്ട് നിമിഷനും അനീസിനൊക്കെ കാണിക്കുന്നത്. ഞാൻ പറയും ഇതുപോലൊരു മൊമെൻറ്റം ഉണ്ടായിരിക്കണം. എനിക്ക് ഈ ലൂക്ക നിഹാരിക സെഗ്മെൻറ്റ് ഒരു കാറ്റ് പോലെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കണം, എന്നാൽ അത് കളർഫുൾ ആയിരിക്കണം. അതിനുപയോഗിച്ച സിനിമാറ്റോഗ്രാഫി പാറ്റേൺ എടുത്ത് അറിയാം. ഒരു കട്ട് പോലും അത് കണ്ടിന്യൂസ് ലോങ് ടേക്കാണ്, അത് ഫുള്ളി ഹാൻഡ് ഹെൽഡാണ് ലൂക്ക നിഹാരിക സെഗ്മെൻറ്റ്. നേരെ ഓപ്പോസിറ്റാണ് അക്ബർ ഫാത്തിമ. മഴ വരുന്നത് അത് ഇപ്പോൾ ഇവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഇപ്പോൾ ഈ ജേർണി തന്നെ ഒരു ലീനിയർ വേയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ സമ്മർ കഴിഞ്ഞ് മഴക്കാലം, സമ്മറിൽ നടക്കുന്ന പ്രണയമാണ്. ഫസ്റ്റ് മഴ തുടങ്ങുന്നത് ഇവർ പിരിയുന്ന മൊമെന്റ്, പിന്നെ അങ്ങ് മഴയാണ്. ഈ മഴക്കാലത്തിൻ്റെ ഒരു നംബ്നെസ് അല്ലെങ്കിൽ ഒരു തണുപ്പ്, മരവിപ്പ്, മടുപ്പ്, ഇതൊക്കെയാണ് അക്ബർ ഫാത്തിമ കപ്പിളിൻ്റെ സെഗ്മെൻറ്റിലുള്ളത്. അവിടെ ട്രീറ്റ് ചെയ്തേക്കുന്ന ആ രീതിയിലാണ്. വാൻഗോഗിൻ്റെ പെയിൻറ്റിങ്ങൾ മറ്റും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ റെംബ്രാൻഡ് പെയിൻറ്റിങ് പോലെയാണ്, ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഒന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിനിമാറ്റോഗ്രാഫി പാറ്റേൺ ആണെങ്കിലും ഭയങ്കര ട്രഡീഷണൽ ട്രാക്ക് ആൻഡ് റോളിംഗ് മൂവ്മെൻറ്റ്സ്, ക്ലാസിക് ഫിൽം മേക്കിങ്ങിൻ്റെ സ്വഭാവത്തിലാണ് ആ സെഗ്മെൻറ്റിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഈവൻ ഡയലോഗ് ഡെലിവറി പോലും മറ്റിടത്ത് കുറച്ചും കൂടെ പെപ്പിനെസ് ഉള്ള ഡയലോഗ്, മറ്റിടത്ത് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആണ്. അക്ബറും ഫാത്തിമയും വളരെ ഫോർമൽ ആയിട്ടാണ്. ഒരു കോൾഡ്നെസ് ഉണ്ടല്ലോ, ഒരു കോൾഡ്നെസ് ഉണ്ട്, ഒരു നംനെസ് ഉണ്ട് അവരുടെ സംസാരത്തിൽ. ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതും ഡെലിബറേറ്റ് ആണ്. അതെ, അത് ഇപ്പോൾ അരുണ് പറഞ്ഞു ഈ ലൂക്കയുടെ ആണ് ഒരു ഫസ്റ്റ് ഒരു പ്രോപ്പർ ഫിലിം സെറ്റ് കാണുന്നത് അറിയാം. ഈ ലൂക്ക ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ടേക്ക് അവേസ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പം നോക്കുമ്പോൾ അതിൽ വേറെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നൽ? എനിക്ക് ലൂക്കയിൽ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് 30 minutes ഓഫ് ലൂക്ക ചില പോർഷൻസ് ഞാനൊന്ന് ട്രിം ഡൗൺ ചെയ്യുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ നമ്മൾ എപ്പോഴും നമ്മുടെ സിനിമയെ പറ്റി ക്രിട്ടിക്കൽ ആവണമെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടത്. കാരണം എങ്കിലേ നമുക്ക് വളരാനുള്ള സ്കോപ്പ് ഉണ്ടാവുള്ളൂ. ലൂക്കയിൽ ഈ ഇൻഫോർമേഷൻസ് പലതും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആസ് എൻ എഡിറ്റർ ഞാൻ ചില ഈ റെപ്പറ്റീഷൻ ഓഫ് ഇൻഫർമേഷൻ കട്ട് ചെയ്യണത്. ഉദാഹരണത്തിന് അക്ബറിൻ്റെ സീനിയർ ഓഫീസറുമായിട്ടുള്ള ഒരു കാറിലിരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അവിടെ അക്ബറിൻ്റെ പഴയ കാമുകിയെ മറക്കണം, യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇപ്പം കറണ്ട് സിറ്റുവേഷൻ എന്ന് സീനിയർ ഓഫീസർ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞാണ് ആ പാട്ട് വാനിൽ ചന്ദ്രിക. ഇത് രണ്ടും പറഞ്ഞു വയ്ക്കുന്ന ഒരു ഘടകമാണ്. സോ ഐദർ ഐ ഷുഡ് ഒമിറ്റ് വൺ, ഇതിലൊന്ന് കളഞ്ഞാലും കുഴപ്പമില്ല, അത് അണ്ടർസ്റ്റുഡാണ്. അങ്ങനെ ചില റെപ്പറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അത് ഞാനൊരു പക്ഷേ ചെറുതായിട്ടൊന്ന് ട്രിം ഡൗൺ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു ചേഞ്ച്, സപ്പോസ് ഒരു റീമേക്കൊക്കെ ചെയ്യാൻ പോകുമായിരുന്നെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ചേഞ്ച് ലൂക്കയ്ക്ക്, ഈ ടുവേർഡ്സ് എൻഡിൽ അക്ബർ ഫാത്തിമയുടെ അടുത്ത് പറയുന്നുണ്ട് ആ ഡയറിയിലെ കോണ്ടൻറ്റ്. ഇപ്പോൾ ഫാത്തിമയും അക്ബറും ഇങ്ങനെ ഇരുന്നാണത്. അത് കഴിയുമ്പോൾ ഫാത്തിമയാണ് ഇമ്മീഡിയറ്റ്ലി പറയുന്നത്, ഇതിൻ്റെ ഉത്തരം പറയുന്നത് നിഹാരിക ആയിരിക്കും എന്നുള്ളത്. സിനിമ ഈസ് ആൻ ആർട്ട് ഓഫ് ടൈം ആൻഡ് സ്പേസ്. അപ്പോൾ ഈ ടൈമിൻ്റെ ഒരു ട്രാൻസിഷൻ, ഈ സ്പേസിനൊരു ട്രാൻസിഷൻ കൊടുത്തിരുന്നെങ്കിൽ ആ ഫാത്തിമയുടെ ഒരു തിങ്കിങ്ങിന് കുറച്ചും കൂടെ സമയമെടുത്തു എന്ന് തോന്നിക്കുമായിരുന്നു. സോ ആ കോൺവെർസേഷൻ ലിറ്ററലി ആസ് എ ഫിൽം മേക്കർ ഇങ്ങനെ ഇരുന്ന് നടന്ന കോൺവെർസേഷൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത്, പിന്നെ അക്ബർ ഫാത്തിമ ഒരു കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് അക്ബർ കണ്ടിന്യൂ ചെയ്യുന്നു, പിന്നെ അവർ മേ ബി ഒരു റൈഡ് പോകുന്നു. ഇങ്ങനെ അതിനെ കുറച്ചും കൂടെ മൾട്ടിപ്പിൾ ഷോട്ടുകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫാത്തിമയുടെ മൈൻഡിൽ ഇത് കുറച്ചും കൂടെ തിങ്ക് ചെയ്തിട്ട് പറയുന്നു എന്ന് പറയുന്നൊരു നമുക്ക് റെപ്പിറ്റീഷൻ ഫാറ്റിഗ് കൂടെ ഒഴിവാക്കാം. ഈ രണ്ട് ചേഞ്ചാണ് ഞാൻ പ്രോപ്പർലി ലൂക്കയിൽ ആസ് എ ഫിൽം മേക്കർ എൻ്റെ അടുത്ത് ഇനിയൊരു വേർഷൻ ചെയ്യാൻ പറയാൻ ഞാൻ ചെയ്യേണ്ടാവുക. അതെ, പിന്നെ അത് അരുണ് എഡിറ്ററും കൂടി ആയതുകൊണ്ടല്ലേ ഈ മാരിവില് ഞാൻ കൂടെ ചേർന്നാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. ലിറ്ററലി ഞാൻ ഈ 3 സ്റ്റേജിൽ ഇൻവോൾവ് ആവണമെന്നുള്ള തീരുമാനം എനിക്കുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ടാണെങ്കിലും ലൈക്ക് റൈറ്റിങ്ങിലും ഫിൽം മേക്കിങ്ങിലും എഡിറ്റിങ്ങിലും. ബിക്കോസ് സിനിമ ഇവോൾവ് ചെയ്യുന്ന ഈ 3 സ്റ്റേജിലുമാണല്ലോ, ലൈക്ക് റൈറ്റിംഗ് സ്റ്റേജിലും ഫിലിം ഷൂട്ടിംഗ് സ്റ്റേജിലും പിന്നെ എഡിറ്റിംഗ് സ്റ്റേജിലും. ഈ ഒരു ഫാമിലി ഓഡിയൻസിനെ ആദ്യം കയറ്റാന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ ഫിലിം മേക്കേഴ്സ്. ഇപ്പം നോക്കുന്നതെന്ന് വെച്ചാൽ യൂത്തിന് ആദ്യം കേട്ടിട്ട് പിന്നെ ഫാമിലി ഓഡിയൻസ് ആ ഒരു വേർഡ് ഓഫ് മൗത്ത് പ്രകാരം അവർ കയറിക്കോളും എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഇത് എത്രത്തോളം ഒരു ചാലഞ്ചാണ് ഇപ്പോൾ ആദ്യം തന്നെ ഇവരെ കൊണ്ടുവരാനുള്ളത്? സത്യത്തിൽ വളരെ വലിയ ചലഞ്ചാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ കുടുംബങ്ങൾ
ഇപ്പം ഞാൻ ഈ ലൂക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ കാർ റിപ്പയറിങ്ങിന് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോകുന്നു. പുള്ളി അടുത്ത് ഞാൻ സിനിമകൾ കാണുന്ന ലൂക്ക് കണ്ടോന്ന് ചോദിച്ചു. പുള്ളി കണ്ടിരുന്നു. പക്ഷെ അപ്പോൾ പുള്ളിയുടെ ഒരു സിനിമ കാണുന്ന പാറ്റേൺ ചോദിച്ചു, സാറേ ഞാൻ ആക്ച്വലി ഞാൻ പോയി കാണും, എന്നിട്ട് നല്ല പടമാണെങ്കിൽ എനിക്ക് 2 കുട്ടികളും വൈഫും ഉണ്ട്, പോവാന്ന് പറഞ്ഞാൽ അത്ര എക്സ്പെൻസീവ് പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സിനിമയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പോകും. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റാണ്. കാരണം ഒരു ലേമാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുമെന്ന് പറഞ്ഞാൽ ഇന്ന് തിയേറ്റർ ടിക്കറ്റ് റേറ്റ് 150 രൂപ പെർ ഹെഡ്, പ്ലസ് ഈ ട്രാവൽ എക്സ്പെൻസ്, അവിടുത്തെ റിഫ്രഷ്മെൻറ്റ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ്, തിരിച്ചു വരുമ്പോൾ മേ ബി ഒരു ഡിന്നർ കൂടെ കഴിച്ചിട്ടാണ് വരുന്നത്, അതിൻ്റെ എക്സ്പെൻസ്, കാഷ്വലി ഏതാണ്ട് 1200 രൂപ 1100 രൂപയുടെ ചിലവുണ്ട് ഒരു ഫാമിലി തിയേറ്ററിൽ പോയി കാണുന്നതിന്. പല ഫാമിലീസിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഫാമിലീസ് തിയേറ്ററിൽ വരിക എന്നുള്ളത് വലിയ ചലഞ്ചാണ്. അത്രയും നല്ല സിനിമയാണെന്ന് തോന്നിയാൽ മാത്രമേ അവർ വരുള്ളൂ. പിന്നെ ഒരു വേർഡ് ഓഫ് മൗത്തിലാണ് ആ സിനിമ നല്ലതാണെന്ന് അറിഞ്ഞാൽ എന്ന് കരുതി ഫാമിലീസ് വരില്ല ഞാൻ വിശ്വസിക്കുന്നില്ല. ഫാമിലീസ് വിൽ ഡെഫിനറ്റ്ലി കം ടു തിയേറ്റർ സിനിമ നല്ലതാണെങ്കിൽ. എക്കാലത്തും മലയാളി ഓഡിയൻസ് നല്ല സിനിമയാണെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒക്കെ മെറ്റീരിയലാണ്. നല്ല സിനിമയാണ്, ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുന്ന, എൻ്റർടൈൻ എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യില്ല, എൻഗേജ് ചെയ്യിക്കുന്ന സിനിമയാണെങ്കിൽ, പിടിച്ചിരുത്തുന്ന സിനിമയാണെങ്കിൽ, അത് ഏത് ജോണറാണോ, ഹ്യൂമർ ആയാലും ട്രാജഡി ആയാലും, മറ്റേ ആകാശദൂതൊക്കെ നന്നായിട്ട് ഓടിയ നാടാണ്, ട്രാജഡി ആണെങ്കിലും കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ഇപ്പം സർവൈവൽ ത്രില്ലർ ആണെങ്കിലും മഞ്ഞുമല്ലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഏത് ജോണറാണെങ്കിലും ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുകയാണെങ്കിൽ ആൾക്കാർ തീർച്ചയായിട്ടും വരും. ആൻഡ് ദർ വിൽ ബി എ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ആൻഡ് ദ ഫിലിം വിൽ റൺ. അപ്പോൾ ഈ ഒരു ഫിലിം മേക്കേഴ്സിന് ഇപ്പം എന്താ പറയുക, മുമ്പ് OTT ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സേഫ് കുഷൻ പോലെ ആയിരുന്നല്ലോ. അപ്പം ക്വാളിറ്റി കോംപ്രമൈസ് ആയാലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് കുറേ പേർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് തിയേറ്റേഴ്സിന് വേണ്ടി തന്നെ എടുക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാലേ സിനിമ നന്നാവുന്നുള്ളൊരു അത് കുറിച്ച് എന്താണ് ആരാണ്? നമ്മൾ ഈ സിനിമകളുടെ ചരിത്രം എടുത്താൽ തന്നെ പണ്ടത്തെ കാലത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തിയേറ്ററുകളെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടല്ലേ സിനിമകൾ ഇറങ്ങിയിരുന്നത്. പ്രൊഡ്യൂസർക്ക് റവന്യൂ വരുന്നത് തിയേറ്ററുകളിലാണ്. പിന്നെ എൻ്റെ ക്വാളിറ്റിയുടെ കാര്യം കൂടെ ഞാൻ പറയാം. പലപ്പോഴും ക്വാളിറ്റി മാറുന്നതിൻ്റെ ഒരു ഡിഫറൻസും ഈ ഫിലിമും ഇതിൻ്റെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഉണ്ട്. പണ്ടൊരു ഫിലിം ഇത്ര നമ്പർ ഓഫ് പ്രിൻസ് ആണ് തിയേറ്ററിലെത്തുന്നത്, അത്രയും തിയേറ്ററിൽ റിലീസ് ആവുന്നുള്ളൂ. അടുത്ത സെറ്റ് ഓഫ് തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാകും. ആ സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ ആൾക്കാർ പോയി കാണുള്ളൂ. ഇന്ന് ഒരു മാസ് റിലീസല്ലേ, ഒരു സിനിമയുടെ ഹൈപ്പിൻ്റെ പരമ്യത്തിൽ കൊണ്ട് എത്തിച്ചിട്ട് ഒറ്റയടിക്ക് എല്ലാ തിയേറ്ററിലും കൂടെ റിലീസ് ചെയ്തിട്ട് അത് അത്രയും ഓഡിയൻസ് ആദ്യത്തെ ഒരാഴ്ച തന്നെ കയറുമ്പോൾ തന്നെ നല്ലൊരു റവന്യൂ സിനിമയ്ക്ക് വരും. സിനിമയുടെ ക്വാളിറ്റി നല്ലതായിരിക്കണം യാതൊരു നിർബന്ധമില്ല, ആ ഹൈപ്പിൽ തന്നെ സിനിമ ഫങ്ഷൻ ആവും. ഇതൊരു ഫാക്റ്റാണ്. ഇതിനൊക്കെ അപ്പുറം ഈ പണ്ട് സിനിമകൾ തിയേറ്ററിൽ മാത്രം റവന്യൂ എടുത്തിരുന്നു, പിന്നെ ടെലിവിഷൻ വന്നു. അപ്പോൾ ടെലിവിഷന് പറ്റുന്ന കൈൻഡ് ഓഫ് സിനിമകൾ ഉണ്ടായി തുടങ്ങി. ഈ കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്ന സമയത്താണ് OTT പ്ലാറ്റ്ഫോംസ് ഇത്രയും അഗ്രസീവായിട്ട് വന്നതും സിനിമകൾ എടുക്കാൻ തുടങ്ങിയതൊക്കെ. ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ OTT കണ്ടന്റ്. പക്ഷേ എങ്കിലും സെക്കൻഡ് ഫേസ് ഓഫ് കൊറോണയിൽ ശ്രദ്ധിച്ചു നോക്കുക, തിയേറ്ററുകൾ ഓപ്പൺ ആയ സമയത്ത് കുറേ സിനിമകൾ തിയേറ്ററിൽ വന്നെങ്കിലും പെട്ടെന്ന് ഗോഡ്സില്ല എന്ന് പറഞ്ഞ സിനിമ ഇത്രയധികം ആൾക്കാർ പോയി കണ്ടു തിയേറ്ററിൽ. ബിക്കോസ് ആർ ഓഡിയൻസ് നോ ഏത് സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത്. ആ സിനിമയുടെ വലിപ്പവും ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു സ്ക്രീനിലാണ് പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് സ്കേപ്പിലും ഒക്കെ ഇരുന്ന് വേണം സിനിമ കാണാൻ എന്നുള്ളൊരു അത് മനസ്സിലാവുന്നൊരു ഓഡിയൻസാണ്. അപ്പോൾ സിനിമകൾ ആ രീതിയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പം നിലവിലുണ്ട്. ആൾക്കാരെ തിയേറ്ററിലേക്കുണ്ട് എന്ന് കരുതി നല്ലൊരു ഫാമിലി ഡ്രാമ, നല്ലൊരു കോമഡി എൻ്റർടൈനർ, ഇതൊന്നും ആൾക്കാർ തിയേറ്ററിൽ പോയി കാണില്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മൾ റീസെൻറ്റ് ടൈമിലുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള പല സബ്ജക്റ്റുകളും തിയേറ്ററിൽ വർക്കായത് ഓഡിയൻസ് പോയി റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ്. സിനിമ തിയേറ്ററിന് വേണ്ടി ചെയ്യുന്നതും സിനിമ ടെലിവിഷന് വേണ്ടി ചെയ്യുന്നതും സിനിമ OTTക്ക് വേണ്ടി ചെയ്യുന്നതും മൂന്ന് ബോൾ ഗെയിമാണ്. ടെലിവിഷനിൽ ആരും ഒരു സിനിമ മുഴുവനായിട്ടൊന്നും കാണാറില്ല, മുറിച്ചേ കാണാറില്ല. അതിനിടയ്ക്ക് എത്ര പരസ്യങ്ങൾ കയറ്റാന്നുള്ളതാണ് എപ്പോഴും ഒരു ടെലിവിഷൻ പ്രൊവൈഡർ ചിന്തിക്കുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാനലിൽ 22 ഫീമെയിൽ കോട്ടയുണ്ട്, തൊട്ടപ്പുറത്ത്
സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു CID മ്യൂസിയം ഉണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ CID മ്യൂസിയം അല്ലേ, അത്രയും നേരമേ ഉള്ളൂ ആ സിനിമയുടെ. അവിടെ കൂടുതൽ സ്കിറ്റിൻ്റെ സ്വഭാവത്തിലുള്ള സിനിമകളാണ് ഫംഗ്ഷൻ ആവുക. വേറെ OTT കൂടുതൽ ജോണർ സ്പെസിഫിക് സിനിമകളാണ്, നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് ഫോണിലിരുന്ന് കാണുന്ന കൈൻഡ് ഓഫ് സിനിമകൾ. ഒരു ഹൊറർ സിനിമ ഡെഫിനറ്റ്ലി വർക്ക് പെർഫെക്റ്റ്ലി ഫൈൻ ഫോർ OTT. അപ്പം ഇത് മൂന്നും ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്. തിയേറ്ററിലേക്കുള്ള സിനിമ പ്രോബബ്ലി കുറച്ചും കൂടെ മാസ് ഓഡിയൻസിലിരുന്ന് കാണാൻ പറ്റുന്ന, കൈയടിക്കാൻ പറ്റുന്ന, ഒരിടത്ത് ചിരി പൊട്ടിയാൽ എല്ലായിടത്തും ചിരി വരുന്നത് അങ്ങനത്തെ സിനിമകളാവാം ഒരുപക്ഷെ. ബട്ട് എല്ലാത്തരം സിനിമകളും പാരലി ഉണ്ടാവും. അത് ഫോർ ഫിലിം മേക്കേഴ്സ് ഇറ്റ്സ് എ ഗുഡ് ടൈം. അതെ, പിന്നെ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു പൾസ് അറിഞ്ഞ് എന്താ പറയുക, ഇപ്പം 90s ടൈപ്പ് സിനിമകളെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ആ ഒരു അറ്റംപ്റ്റ്സ്, അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ 80s ഒരു മൂഡ് റീക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെ. അത് സത്യത്തിൽ സ്പടികമൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി തിയേറ്ററിൽ കണ്ടു. എനിക്ക് സ്പടികത്തിലെ ആക്ഷൻ സീക്വൻസ്, തുടക്കത്തിലുള്ള മറ്റേ മാർക്കറ്റിലുള്ള ആക്ഷൻ സീക്വൻസ്, ഈ അടുത്ത കാലഘട്ടത്തിലും ഒരു സിനിമ ഇതുപോലത്തെ ആക്ഷൻ സീക്വൻസ് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് അന്നത്തെ ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു കൈൻഡ് ഓഫ്, അത് വയേർഡ് ആക്ഷൻ അല്ലല്ലോ കൂടുതൽ. നമ്മളിപ്പോൾ കൂടുതൽ കാണുന്നത് മറ്റേ വയേർഡ് ആക്ഷൻ അല്ലേ, ആൾക്കാർ പറക്കുന്നുണ്ട്, ഈ വയറിലല്ലേ പറക്കുന്നത്. ഈ വയേർഡ് ആക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ എന്ത് പെർഫെക്ഷനാണ് അങ്ങനത്തെ ആക്ഷൻസ്. ഷോലയിലെ മറ്റേ സീക്വൻസുകൾ എടുത്തു കഴിഞ്ഞാൽ 99% അത് വയേർഡ് അല്ല. ഐ ആം മിസ്സിങ് എ കൈൻഡ് ഓഫ് ആക്ഷൻ. അങ്ങനത്തെ ആക്ഷൻ സിനിമകൾ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഇത്രയധികം നന്നായിട്ട് ഓടുന്നതിന് എനിക്ക് ഒരു റീസൺ കൂടെ പലപ്പോഴും തോന്നാന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലിപ്പം ഓൾമോസ്റ്റ് ഓഡിയൻസ് സാച്ചുറേറ്റഡ് ആണ് ഈ കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് ഫിലിം മേക്കിങ്ങില്, മാസ് ഹീറോ സിനിമകൾ. അവർക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമ കറക്റ്റ് ടൈമിലാണ് വന്നത്. ആൻഡ് ദാറ്റ് ഫിലിം ഈസ് റിയലി ഗുഡ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു ആ സിനിമ. നല്ലൊരു സിനിമ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, അതിലും കുറച്ച് ഹീറോയിസ് ഉള്ള ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ പീപ്പിൾ അക്സെപ്റ്റഡ് ഇറ്റ്. അതെ അതെ. ഈ മാരിവിലിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഈ എല്ലാവരും ഫസ്റ്റ് ചോയ്സസ് തന്നെയാണോ, അല്ലെങ്കിൽ ആയിരുന്നില്ല? ഹോണസ്റ്റ്ലി ആയിരുന്നില്ല. മാരിവിലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ശേഷം മറ്റ് ആർട്ടിസ്റ്റുകളുടെ മനസ്സിലുണ്ടായിരുന്നു, ചിലരോടൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് ഹാവിങ് സെഡ് ദിസ്, ഇത് റൈറ്റ് കാസ്റ്റിങ്ങിലാണ് വന്ന് വീണത്. ഫൈനലി ഇന്ദ്രേട്ടറിലെത്തുമ്പം ഈ കഥാപാത്രം ഇന്ദ്രേട്ടറിൽ വളരെ സുരക്ഷിതമാണ്. ശ്രുതിനെ ഞാൻ ചാർലി ചാപ്ലിൻ എന്നൊക്കെ വിളിക്കും സെറ്റിൽ. ശ്രുതിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു ശ്രുതിയുടെ ഒരു ഇമേജേ അല്ല. റിയൽ ലൈഫിൽ ശ്രുതി അങ്ങനല്ല. അപ്പോൾ ശ്രുതിയുടെ റിയൽ ലൈഫിലെ കുറേ എലിമെൻറ്റ്സ് ഈ സിനിമയിലുണ്ടാവും. ഷീ ഈസ് വെരി ഫണ്ണി, നല്ല മിമിക്കൊക്കെ ചെയ്യാൻ. 2 ദിവസം മുന്നേ ഫ്രാൻസിസ് പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പല ഇതും. അപ്പോൾ ശ്രുതിനെ കുറച്ചും കൂടെ എനിക്ക് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. വിൻസിക്ക് വേറൊരു മീറ്ററാണ്. വിൻസി ഫസ്റ്റ് ഷോട്ട് വിൻസി തന്നെ പറയും, ചേട്ടാ ഞാൻ എപ്പോഴും ഭയങ്കര ഹൈ ആയിട്ടായിരിക്കും കേട്ടോ പോകുന്നത്, എന്നെ ഒന്ന് താത്തി പിടിച്ചാൽ മതി. അപ്പോൾ വിൻസി ഫാസ്റ്റ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും പെർഫോമൻസ് ചെയ്തത്. വിൻസി ഇത്തിരി കൂടെ ഡൗൺ, കുറച്ചും കൂടെ താഴെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പറയും. വിൻസി വളരെ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഏത് സ്കെയിലിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. സർജാന വളരെ ബിഹേവിയറിലുമാണ്, അവൻ വളരെ ബിഹേവിയറിലായിട്ടാണ് അവൻ്റെ പെർഫോമൻസ്. ഈ 4 ഡിഫറെൻറ്റ് ആക്ടിങ് ശൈലികളുള്ള ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഒരു 4 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിട്ട് ഒരു സ്പേസിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. ഇതിനൊപ്പം തന്നെ ബിന്ദു പണിക്കർ, സായി ഏട്ടൻ, സലീം കുമാർ, ജോണി ചേട്ടൻ, ബിന്ദു ചേച്ചിയൊക്കെ ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കൊരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ അതിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. കാരണം ബിന്ദു ചേച്ചി അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല തലേ ദിവസം വിട്ടേക്ക് തന്നെ. ശരി. മാരിവില്ലിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ഫേവറേറ്റ് സീക്വൻസ് ബിന്ദു ചേച്ചിയും വിൻസിയും ശ്രുതിയും കൂടെ ഉള്ളതാണ്. അതിൽ ബിന്ദു ചേച്ചിയും ശ്രുതിയായിട്ട് ഒരു സീക്വൻസ് ഉണ്ട് സിനിമയിൽ, ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നവരായിരുന്നു പെർഫോം ചെയ്യുന്നത്. ബിന്ദു ചേച്ചിയുടെ ഓരോ ടേക്കിലും അധികം ടേക്ക് പോയിട്ടില്ല, ബിന്ദു ചേച്ചി അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാണ്. ആ സമയത്ത് വിൻസിയുടെ എക്സൈറ്റ്മെൻറ്റ് ഡബിളാണ്. അപ്പോൾ ഇവരുടെ ഗിവ് ആൻഡ് ടേക്ക്, ഒപ്പം ശ്രുതിയും ആ സീക്വൻസിൻ്റെ എൻഡിൽ ഇവരൊരു മറ്റേ ഇത് അച്ചപ്പത്തിന് കടിപിടി ഇടുന്നൊരു പോലത്തെ ഒരു ഷോട്ടുണ്ട്. അത് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചാൽ അവസാനം വന്നിട്ട് ശ്രുതിയും വിൻസിയും കൂടെ ഒരു അച്ചപ്പത്തിന് ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന പോലെ അത് വളരെ ഓർഗാനിക്, അത് ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രം ഓർഗാനിക് ആയിട്ട് വന്ന ചില മൊമെൻറ്റ്സ് ആണ്. അത് സിനിമയെ രസമാക്കും. ഓക്കെ,
അപ്പോൾ ഇതൊരു പ്യുവർ എസ്കേപ്പിസമാണ് ഈ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എസ്കേപ്പിസം എന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു അതും കൂടെ ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഐ മീൻ ഇറ്റ്സ് എ കംപ്ലീറ്റ്. പേഴ്സണലി എന്നെ സംബന്ധിച്ചിട്ട് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള സിനിമകൾ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്. ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ലിഫ്റ്റിലൊക്കെ പോകുമ്പോൾ പല ഫാമിലീസിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്കൊന്നും വേണ്ടി ഇപ്പോൾ സിനിമ ചെയ്യാറില്ല ആരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബിക്കോസ് ദർ ഫാമിലീസ് എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫിലിംസ് അവർ കണ്ട് ശീലിച്ച സിനിമകളൊക്കെ തന്നെയാണ്. കുറച്ചും കൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം അതിൻ്റെ ഒരു സ്വഭാവത്തിലുള്ള സിനിമയാണ്. പക്ഷെ ഇറ്റ് ഹാസ് എല്ലാം ഇറ്റ്സ് എ ഗുഡ് പാക്കേജ്. നമ്മൾ കാര്യം പറയുന്നുണ്ട്, പക്ഷെ തന്നെ പാക്കേജ് ചെയ്തേക്കുന്നത് ഒരു എൻ്റർടൈനറിൻ്റെ സ്വഭാവത്തിലാണ്. മ്യൂസിക്കലാണ്, ഹ്യൂമറസ് ആണ്, കളർഫുള്ളാണ്, പിന്നെ ആൾക്കാരെ ടച്ച് ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ അരുൺ, അപ്പോൾ താങ്ക് യു സോ മച്ച്. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. GT Holidays, South India's #1 travel brand. Govi, a vernacular edutech brand, skilling everyone everywhere.